കായികാരവം സദാ കവിതയായി ജ്വാലയാം തിരി ഇതാ തെളിമയായി മനസ്സാകെയുണരാൻ കാത്ത് നിന്ന് ചാരേ ഒരുതി മുന്നേറും തണലിനാരോഗ്യം മനതാര് വിടരാൻ നേരമിഴിയായി ഇവിടിതാ തുടങ്ങയായി ഓ Well, namaskar to everyone. This is a program called Stay Fit, which is being organized and conducted by Kerala Olympic Association in collaboration with LNCP. As you know that the students nowadays are doing the studies and learning online. Therefore, it is very much necessary that they stay mentally and physically fit in these days. Therefore, all the students should take sports as one of the activities which keeps them mentally and physically fit, because continuously studying and reading online generates a lot of stress as well as lot of tension also. Therefore, to keep your mind, your body and soul completely in a fit and healthy position, you have to stay fit. For that, one of the sports or athletics activities, it may be football, it may be table tennis, it may be badminton, or it may be any sports, basketball, you have to take up and do every day, as well as do the yoga and physical exercise, because when you indulge in the sports activities, it gives you a lot of happiness, it develops your mind, as well as you have a very, very healthy lifestyle, so that in your life your personality is developed as a rounded personality, and you don't develop any kind of psychological, physical and psychiatric problems, because nowadays students all the day they keep on studying and reading, which does not help them much as far as their mental development is concerned. Therefore, make it a point that sports is integral part of your learning process also, and you should every day do some physical exercise and play sports. I wish all the best to LNCP and Kerala Olympic Association for taking up this very noble cause, very innovative program, which will help all the students in their life and make them happy and healthy in their life. Thank you. Jai Hind. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് അഥവാ ആരോഗ്യ സംബന്ധിയായ കായികക്ഷമത എത്രമാത്രം നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമാണെന്ന് ഈ കൊറോണ കാലം തെളിയിച്ചിരിക്കുന്നു. ശരിയായ കായികക്ഷമത കൈവരിക്കുന്നതിന് അടിസ്ഥാന കായിക വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അഥവാ PE മറ്റു വിഷയങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യപ്പെടുത്തി പഠിക്കേണ്ട ഒന്നാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു റിസസ് അഥവാ ഫ്രീ പ്ലേ ആക്ടിവിറ്റി മാത്രമല്ല, അതിലുപരി നിങ്ങളുടെ സ്കിൽസും ഫിറ്റ്നസ്സും മൂവ്മെൻറ്റ്സും അടിസ്ഥാന ചലന നൈപുണികളും ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്തിട്ടുള്ള പദ്ധതിയാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റിയിലുള്ളത്. പ്രൈമറി തലത്തിലുള്ള വിദ്യാർത്ഥികളുടെ കായികക്ഷമതയുടെ അടിത്തറ പാവുകയാണ് ഇത്തരം പദ്ധതി കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പ്രസ്തുത ഏജിൽ കുട്ടികൾ വികസിപ്പിക്കേണ്ട അടിസ്ഥാന ചലന നൈപുണികൾ അഥവാ ലോക്കോമോട്ടോർ സ്കിൽസ്, നോൺ ലോക്കോമോട്ടോർ സ്കിൽസ്, ഡയറക്ഷൻസ്, പാത്വേസ്, ലെവൽസ്, ടെമ്പോസ് എന്നിവ പ്രത്യേകം ഫൺ ആൻഡ് എൻജോയ്മെൻറ്റ് സെക്ഷനുകളിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ വഴി കുട്ടികൾ പരസ്പര സഹകരണം ഉറപ്പിക്കുന്നതിനും മ്യൂച്വൽ റെസ്പെക്റ്റും കോപ്പറേഷനും ഫെയർ പ്ലേ എന്നീ കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നു. ഇത് അവരുടെ ശരിയായ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വഴിതെളിക്കുന്നു. ഇത്തരം അടിസ്ഥാന ചലന നൈപുണികൾ ആർജിച്ച കുട്ടി ചെറിയ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി മാനിപ്പുലേറ്റീവ് സ്കിൽസിൽ പരിശീലനം നേടുന്നു. ബലൂൺസ്, സ്കാർഫ്, ബിൻ ബാഗ്, സോഫ്റ്റ് ബോൾ എന്നീ മാനിപ്പുലേറ്റീവ് ഉപകരണങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം ന്യൂറോ മസ്കുലർ കോർഡിനേഷനും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുട്ടിക്ക് ആർജിക്കുന്നു. ന്യൂറോ മസ്കുലർ കോർഡിനേഷനിൽ അടിസ്ഥാനം ആർജിച്ച കുട്ടി സ്റ്റേ ഫിറ്റ് പോലുള്ള താളാത്മക പ്രവർത്തനങ്ങളിലൂടെ റിതമിക്സിൽ പ്രാവീണ്യം നേടുന്നു. ഇത് കുട്ടിയുടെ കൺസെപ്ച്വൽ മികവിനോടൊപ്പം തന്നെ ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. ചെറിയ ഉപകരണങ്ങളിൽ നിന്നും
മേജർ ഗെയിംസിൻ്റെ മിനിയേച്ചർ ഫോമായിട്ടുള്ള മിനി ടെന്നീസ്, കിഡ്സ് അത്ലറ്റിക്സ്, കിഡ്സ് ഫുട്ബോൾ, മിനി ബാസ്കറ്റ്ബോൾ തുടങ്ങിയ ഗെയിംസിൻ്റെ അടിസ്ഥാന ചലനങ്ങൾ അഭ്യസിക്കുന്നു. ഇത് ഇൻവേഴ്സീവ് ഗെയിംസ് എന്ന കാറ്റഗറിയിൽ കുട്ടിക്ക് പ്രാവീണ്യം നേടുന്നതിന് സഹായിക്കുന്നു. പ്രൈമറി തലത്തിൽ തന്നെ ആർജിക്കുന്ന ഇത്തരം കഴിവുകൾ അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള മേജർ ഗെയിംസിൻ്റെ ആദ്യ ചവിട്ടുപടിയായി കരുതി കുട്ടിക്ക് എല്ലാ ഗെയിംസിൻ്റെയും അടിസ്ഥാന നൈപുണികൾ വികസിക്കുന്നതിന് അവസരമൊരുക്കുന്നു. ഇത് തന്നെയാണ് ഈ പദ്ധതി ലോങ് ടൈമിൽ വിഭാവനം ചെയ്യുന്ന പ്രധാന ലക്ഷ്യം. ഹായ് കൂട്ടുകാരെ, രസകരമായ കുറെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കളികൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമല്ലേ? കൈകാലുകൾ ഉപയോഗിച്ചുള്ള ചില പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. ടീച്ചറോടൊപ്പം നിങ്ങളും ചെയ്യില്ലേ? ആദ്യം നമുക്ക് വശങ്ങളിലേക്ക് നോക്കിയാലോ. വലത്തേക്ക്, ഇടത്തേക്ക്, ഒന്നുകൂടി വലത്തേക്ക്, ഇടത്തേക്ക്. ഇനി മുകളിലേക്കും താഴേക്കും നോക്കിയാലോ. അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. തല വശങ്ങളിലേക്കും മുകളിലേക്കും താഴേക്കുമുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്തത്. ഇനി കാലുകൊണ്ടുള്ള പ്രവൃത്തികൾ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് നടന്നു നോക്കിയാലോ. Come on, walk, 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 stop. നടക്കുമ്പോൾ കാൽപാദം നേരെ വെച്ച് നടക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കേ? ഒന്നും കൂടെ. Stop. 2 പ്രാവശ്യവും ടീച്ചർ സ്റ്റോപ്പ് എന്നാണ് പറഞ്ഞത്. ഇനി സ്റ്റോപ്പിന് പകരം ടീച്ചർ ഫ്രീസ് എന്നാണ് പറയുക. എന്താണ് ഫ്രീസ്? ഫ്രീസ് എങ്ങനെയാണ്? ഇങ്ങനെ തണുത്ത് തണുത്ത് ചെറുതായി 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 ചെറുതായി. ഓക്കെ, ഇനി ഒന്നും കൂടി നമുക്ക് നടന്നു നോക്കിയാലോ. ഗോ. ഇനി കൈകൾ വശങ്ങളിലേക്ക് ഉയർത്തി നടന്നു നോക്കാം. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ഹീലിൽ നടക്കാം. ഉപ്പൂറ്റി തറയിൽ കുത്തിക്കൊണ്ട് നടക്കാം. ഇനി നമുക്ക് കാലിന്റെ മുൻഭാഗം കുത്തിക്കൊണ്ട് നടക്കാം. ഓക്കെ, വാക്ക് ഓൺ ടോസ്, 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 വാക്ക് ഓൺ ടോസ്, 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 വാക്ക് ഓൺ ടോസ്, ഫ്രീസ്. ഇനി നമുക്ക് ശരീരം വലുതാക്കിയാലോ. വൈഡ് 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 വൈഡ്. വെരി ഗുഡ്. സ്മോൾ 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 സ്മോൾ. വെരി ഗുഡ്. ഇനി നമുക്ക് ഒരു പട്ടാളക്കാരനെ പോലെ നടന്നാലോ. നമ്മുടെ എതിർദിശയിലൂടെ നമ്മൾ പട്ടാളക്കാരനെ പോലെ നടക്കുകയാണ്. റെഡി? വാക്ക് 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 വാക്ക്. വെരി ഗുഡ്. ഇനി നമ്മൾ ഒരു മുത്തശ്ശിയെ പോലെ നടക്കാൻ പോവുകയാണ്. മുത്തശ്ശി എങ്ങനെയാണ് നടക്കുക? സാവധാനം മുന്നോട്ട് വളഞ്ഞല്ലേ. വാക്ക് 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 ഇനി നമുക്ക് ചെറുതായി ജോഗ് ചെയ്താലോ. ദാ ഇതുപോലെ. ജോഗ് 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 ജോഗ്. ഫ്രീസ്. ജോഗ് ഫ്രീസ്. ഇനി ലോ ലെവലിൽ ജോഗ് ചെയ്താലോ. ദാ ഇതുപോലെ. നമ്മൾ ചെയ്യാൻ പോകുന്നത് കാൽമുട്ട് പൊക്കി ഒപ്പം ക്ലാപ്പ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ദാ ഇങ്ങനെ. നടന്നും ഓടിയുമുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ക്ഷീണിച്ചുവോ?
കുറച്ച് വെള്ളം കുടിക്കണം അല്ലേ? വേഗം പോയി വെള്ളം കുടിച്ചു വന്ന് നമുക്ക് വീണ്ടും തുടരാം. ഓക്കേ കൂട്ടുകാരെ, നിങ്ങൾ ചെയ്ത ഹെലികോപ്റ്റർ മൂവ്മെന്റ് ശ്രദ്ധിച്ചോ? ഇരു കൈകളും ഒരു ഹെലികോപ്റ്ററിന്റെ ചലനങ്ങൾക്ക് സമാനമായി അനുകരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്കാണ് എത്തിച്ചേരുന്നത്. ലോക്കോമോട്ടർ മൂവ്മെന്റ് ചെയ്യുമ്പോൾ പരസ്പരം ടച്ച് ചെയ്യാതെ സേഫ് സോണിൽ കളികൾ തുടരുന്നതിന് പേഴ്സണൽ സ്പേസ് സഹായിക്കും. വിവിധ ദിശകളിലും ലെവൽസിലും ഉള്ള ചലനങ്ങൾ നിങ്ങളെ കൂടുതൽ ആയാസകരമായി കളികളിൽ ഏർപ്പെടുന്നതിന് പ്രാപ്തരാക്കും. കൂട്ടുകാരെ, നിങ്ങൾക്ക് മൃഗങ്ങളെ ഇഷ്ടമല്ലേ? ഇനി കുറച്ച് മൃഗങ്ങളുടെ ചലനങ്ങൾ അനുകരിച്ചാലോ? ദേ ആന. നമുക്കിനി ആനയെ പോലെ ചലിച്ചാലോ? നോക്കാം. എല്ലാവരും ആനയെ പോലെ ചലിച്ചോ? ഓക്കെ, ഇനി നമുക്ക് ജിറാഫിനെ പോലെയായാലോ? ദേ ജിറാഫ്. കൈകൾ എല്ലാവരും ഉയർത്തി ഇങ്ങനെ വെക്കുക. ഒരു കുതിരയായാലോ? കുതിര ഓടുന്നത് പോലെ നമുക്ക് ഓടിയാലോ? ക്ലോക്ക് ചലിക്കുന്ന ദിശയിൽ കുതിര ഓടുന്നത് പോലെ നമുക്ക് ഓടാം. എങ്ങനെ? ദാ ഇനി ക്ലോക്കിന്റെ എതിർദിശയിൽ നമുക്ക് കുതിര ഓടുന്നത് പോലെ ഓടിയാലോ? ദാ ഇങ്ങനെ. നടത്തവും ഓട്ടവും മൃഗങ്ങളുടെ ചലനങ്ങളെല്ലാം നമ്മൾ പരിശീലിച്ചു അല്ലേ? ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു മ്യൂസിക്കിന്റെ സഹായത്തിൽ ചെയ്താലോ? കം ഓൺ. ഇനി സ്പീഡിൽ നടക്കാം. ദിശയിലേക്ക് ജോഗ് ചെയ്യാം. ഇനി ആന നടക്കുന്ന പോലെ. കുതിര. എതിർദിശയിൽ കുതിര ചാടുന്നത് പോലെ, കുതിര ചാടുന്നത് പോലെ. ഫാന്റാസ്റ്റിക്! എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു. ഗുഡ്, സൂപ്പർ. ഇനി നമുക്ക് മറ്റു ചില മൃഗങ്ങളെ പരിചയപ്പെട്ടാലോ? കങ്കാരുവിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കങ്കാരു എങ്ങനെയാണ് ചാടുന്നത്? ദാ ഇങ്ങനെ. അവസ്ഥയ്ക്ക് ഇനി നമുക്കൊരു മുയൽച്ചാട്ടമായാലോ? എങ്ങനെയാണ് മുയൽ ചാടുന്നത്? ദാ ഇങ്ങനെ. ഇനി റൈറ്റ് സൈഡ്.
മഴക്കാലത്ത് തവളയെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? തവള എങ്ങനെയാണ് ചാടുന്നത്? ദാ ഇങ്ങനെ അല്ലേ? രണ്ടു കാലും ചേർത്ത് നമ്മൾ ഇനി എങ്ങനെയാണ് ചാടുക? ദാ ഇങ്ങനെ അല്ലേ? നമ്മൾ മുയൽ, കങ്കാരു, തവള ഇവരുടെയൊക്കെ ചാട്ടം പരിശീലിച്ചു അല്ലേ? ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് ഒരു മ്യൂസിക്കിന്റെ സഹായത്തോടു കൂടി ചെയ്താലോ? കൂട്ടുകാരെ, ഓടാനും നടക്കാനും ചാടാനും ഗാലപ്പിംഗ് ചെയ്യാനും ഒക്കെ നല്ല രസകരമായ രീതിയിൽ നമ്മൾ ഇന്ന് പരിശീലിച്ചു. കൂടാതെ സാവധാനം നടക്കാനും വേഗത്തിൽ നടക്കാനും വ്യത്യസ്ത ദിശകളിൽ നടക്കാനും നമ്മൾ പഠിച്ചു അല്ലേ? വ്യായാമം ചെയ്യുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കാൻ ഹെലികോപ്റ്റർ രീതിയിൽ പേഴ്സണൽ സ്പേസ് കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു അല്ലേ? കൂട്ടുകാരെല്ലാം ക്ഷീണിച്ചോ? ക്ഷീണം മാറ്റാൻ ടീച്ചർ ഒരു ആക്ടിവിറ്റി പറഞ്ഞു തരാം. Shake your hand, shake your hand, and shake your hand. Shake your leg, shake your leg. Once again, shake your leg, shake your leg. Taller, taller, taller. Can you touch your floor? Can you touch your floor? Once again, taller, taller. Can you touch your floor? Wow! Very good! എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കളികളെല്ലാം ഇഷ്ടമായോ? ബേസിക് ലോക്കോമോട്ടർ മൂവ്മെന്റ്സും അവയുടെ ഡിഫറെന്റ് ഡിറക്ഷൻസുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ഇനി ഒരു ഫാമിലി ചലഞ്ച് ആയാലോ? നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ മത്സരമാണ് അടുത്തത്. നമ്മുടെ മത്സരത്തിന്റെ പേര് തം റെസ്ലിംഗ്. ഇപ്രകാരം കൈകൾ ചേർത്ത് വെച്ച് തം റെസ്ലിംഗ് ആരംഭിക്കാം. 30 സെക്കൻഡിനുള്ളിൽ കൂടുതൽ പ്രാവശ്യം തം പ്രസ് ചെയ്യുന്ന വ്യക്തിയാണ് വിജയിയാവുന്നത്. 1 2 3 4 5 6 7 8
The dictionary says a sport is an activity involving physical exertion and skill in which an individual or team competes against another or others for entertainment. The choices are many. Why not hockey? Like every sport, hockey has a golden history. One of the oldest found sports in the world bears a name with an unknown origin, which might have been derived from the French word hockey, meaning a shepherd's curved in stake. Early traces of field hockey-like game is found in ancient Greece, East Asia and India. Some believe field hockey originated in Egypt based on the pictures depicted on ancient tombs. Modern hockey originated in England and it was played and developed in the English public school system early in the 19th century. The Blackheath and Old Elthamians Hockey Club in London is believed to be the oldest club in the world, established 40 years before it was introduced in London Olympics in the year 1908. Hockey became popular in India when British regiments played the game in India. Early clubs were formed in Calcutta, Bombay and Punjab, which led to the formation of India's National Hockey Federation on 7th November 1925 in Gwalior, the first non-European team to be a part of International Hockey Federation. In 1928, the Indian team under the colonial regime made its maiden venture in Amsterdam, won its first Olympic gold medal and continued the gold rush till 1956 Melbourne Olympics and remained unbeaten, winning 6 gold medals in a row, becoming the most successful team ever in the Olympics. After India's first match in 1936 Berlin Olympics, a German newspaper carried the headline, "The Olympic complex now has a magic show too." The whole city of Berlin had posters which said, "Visit the hockey stadium to watch the Indian magician Dhyan Chand in action." Adolf Hitler watched the Indo-German gold medal hockey match personally as India thrashed Germany 8-1 in the final in front of the Führer under the captaincy of Dhyan Chand, who was then a soldier in the British Indian Army. He and his brother Roop Singh were instrumental in reaping laurels for India. According to widespread reports, it is said the German dictator Adolf Hitler offered Dhyan Chand German citizenship and a position in German military after an impressive showing at the Berlin Olympics. But this offer was declined by the Indian magician. The great Australian cricketer Don Bradman remarked watching him play with the words, "He scores goals like runs in cricket." Dhyan Chand has scored over 400 goals in his career spanning 22 years, 1926 to 48. In another incident, hockey authorities in the Netherlands once broke his hockey stick to check if there was a magnet inside. The nation honored him with Padma Bhushan and the National Sports Day is celebrated on his birthday, August 29. He is the only hockey player to have a commemorative postage stamp. The National Stadium in New Delhi is also named after him, and the legend of Dhyan Chand continues to serve as an inspiration to many sportspersons in the country. Other than Dhyan Chand, Indian soil gave birth to many eminent players including S.H. Balbir Singh Sr., K.D. Singh Babu, Udham Singh, Ajitpal Singh, Leslie Claudius, Zafar Iqbal, V. Bhaskaran, Mohammad Shahid, Pargat Singh, Dhanraj Pillai, Dilip Tirke, Rani Rampal and more. The history of hockey in Kerala is par with the Indian history of hockey. Kannur Regiment of the British Army started playing hockey early in time. Later, it spread to south of Kerala and took over all districts. Kerala has donned National Junior Women's Championship titles in the year 1974, 75 and 76. Kerala has also produced outstanding hockey players for the nation. The lone Olympic medal in hockey was brought to the state through Manuel Fredericks, who hails from Kannur district, who was the goalkeeper of Indian hockey team in 1972 Munich Olympics. Kerala also has many rising stars and Olympians in hockey like MS Anil Aldrin, Dinesh Nayak and Padma Shri Srijesh, the former Indian captain and present goalkeeper of Indian hockey team. Dr. Saju Joseph,
High Performance Director of Khelo India South Bangalore, looking after various Indian teams apart from hockey. He was a trainer of Indian hockey team men from 1997 to 2005. He also served as coach and manager for the Indian men hockey team. Coaches from Kerala who coached national teams were P.P. Anthony, women's team from 1986 to 2000, P.A. Raphael, Jude Felix, men team from 2013 to 2018, and C.S. Ravi Verma, men team from 2005 to 2009. Helen Mary, who won the gold medal in Commonwealth Games, and Srimati Omana Kumari, who is also an Arjuna awardee, is a gold medalist in 1972 Asiad, are outstanding personalities in ladies hockey. Hockey is the only sport which has brought all three glorious Olympic, Asian and Commonwealth medals in one sport to the state. Several other players also adorned Indian colours for international matches from Kerala, which include Sabu Varki, Jude Felix, Bibin Fernandes, George Nainen, Stella Mary, Aniyamma, Niaz, Nidhesh, Tejas and Vivek. Hockey has brought a lot of accolades to our nation, and it is regarded as the national sport in the country, even though it was not officially recorded. The state government renders grace marks and priority admissions for students who are outstanding sportspersons during the time of their education. This will continue even for medical, engineering and paramedical admissions. The Kerala Public Service Commission provides weightage marks to candidates having state and national certificates in their rank lists. The Government of Kerala has an annual recruitment policy to their departments and Kerala Police for sportspersons. Besides these, many central government departments like FCI, Indian Railways, Indian Airlines, now Indian, India Post, BSF, ITBP, Punjab Police, CRPF, HAL, Customs, Services, PNB, PSB, Canara Bank, SBI, IOB, Reserve Bank, etc. recruit hockey players every year for their teams. The state government, under its sports policy, Kerala Sports Council, runs sports hostels for men and women for hockey, and they have an international level hockey stadium at Kollam with all infrastructures. The central government has its hockey training centre at Kollam under the Sports Authority of India. Sri Narayana College Kollam has been one of the institutions helping carve a better future for those special sportsmen. Institutions like UC College Aluva, Marthoma College Tiruvalla, Government College Malappuram, Victoria College Palakkad, SN College Kannur, Brennan College Kannur, Jeeto India, goal maro, 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 Jeeto India. Ambedkar Memorial Model Residential School Wayanad, GV Raja Sports School Thiruvananthapuram, Koikil GHS Kollam, Mary Mata HS Pandalapadam, Shenoy School for Hockey Ernakulam, in memory of late Sridhar Shenoy, the hockey coach, are some of the prominent institutions which also caters hundreds of boys and girls who are being trained under these centres every year. Kerala Hockey, under the leadership of Mr. V. Sunil Kumar, its president, and R. Ayyappan, its general secretary, has envisaged several plans and projects to develop, improve and popularize hockey in Kerala. This includes providing hockey sticks and goalkeeper kits to schools in Kerala which take up hockey as its major sports, training state teams in national training centres of India under national coaches and trainers, providing expertise to clubs, schools and colleges, opening sports hostels with government support, etc. are some of the activities undertaken by Kerala Hockey. Kerala Hockey was awarded the Best Performing Unit 2019 of Hockey India. Based on the activities and programs initiated by Kerala Hockey, Hockey India has allocated Senior National Women's Hockey Championship 2020 to Kerala, preceding the Junior National Women's Hockey Championship 2019, which were both held at Kollam. The President of International Hockey Federation and Indian Olympic Association, Dr. Narendra Dhruv Bhadra, himself came to witness matches at Kollam. Such was the popularity and feedback of national championships held in Kerala. Kerala Hockey's vision for the future includes projects to improve hockey fields at grassroots levels in all districts of Kerala and to provide support and foreign and national coaches and experts to all these centres to be developed.
conclude, if a person takes up hockey as a sport in the state, they are provided a lot of opportunities to become international or national sportspersons, thereby paving a way to better job opportunities and a healthy, better life. A sport that increases mind-body coordination and teaches the sportsperson to perform with active time management and split-second decision-making. So, does your child have the magic to be the next rising star? Play hockey. Chak De India. Jai Hind. मारो मारो गोल मारो, साथी है हम, जीतेंगे हम। गोल मारो मारो मारो, जीतो इंडिया। गोल मारो मारो मारो, जीतो इंडिया। ഇനി കൂട്ടുകാർക്ക് ചില ടിപ്സ് ടീച്ചർ നൽകാം. ദാറ്റ് ഈസ് 5, 2, 1, 0. 5 means 5 fruits and 5 vegetable a day. 2 എന്നാൽ ഒരു ദിവസം 2 മണിക്കൂർ മാത്രമേ TV, മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവ ഉപയോഗിക്കാൻ പാടുള്ളൂ. കണ്ണുകളുടെ സുരക്ഷയ്ക്കായി ദീർഘനേരം 20 മിനിറ്റിൽ കൂടുതൽ ഇവ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നെക്സ്റ്റ് 1 മീൻസ് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. ഇനി അവസാനമായി 0 എന്നാൽ നമുക്ക് പൂർണ്ണമായും ഷുഗറി ഡ്രിങ്ക്സ് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം 5, 2, 1, 0 ഫോളോ ചെയ്യില്ലേ? താങ്ക് യു ചിൽഡ്രൻ. സ്റ്റേ സേഫ്, സ്റ്റേ ഫിറ്റ്. കായികാരവം സദാ കവിതയായി, ജ്വാലയാന്തിരി ഇതാ തെളിമയായി, മനസാ